നമസ്കാരം ഏവർക്കും. ഇന്ന് അംഗരാജ്യത്തിൻ്റെ ദുർഗതിയെക്കുറിച്ചുള്ളൊരു കഥ, ഋഷ്യശൃംഗൻ്റെ കഥയാണ് ഈ എപ്പിസോഡിൽ ഈ 20-ാം ലക്കത്തിൽ പറയുന്നത്. അതിനു മുമ്പ് ഓണാട്ടുകര പെരുമ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഓരോ വീഡിയോകളും കൃത്യമായി ലഭിക്കുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സഹായിക്കുക. യുധിഷ്ഠിരന് ലോമശമഹർഷി ഋഷ്യശൃംഗൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ് അംഗരാജ്യത്തിൻ്റെ ദുർഗതിയെക്കുറിച്ച്. ബ്രാഹ്മണരെ കോപിപ്പിച്ച അതിന് പ്രായത്നം ചെയ്യണം. കൂടാതെ സ്ത്രീകളെപ്പറ്റി ഒന്നും അറിവില്ലാത്ത മുൻസൂതനായ ഋഷ്യശൃംഗനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരണം. ശുദ്ധനും പുണ്യവാനുമായ ആ മഹാതപസ്വി നിന്റെ രാജ്യത്ത് കാൽ കുത്തിയാൽ മേഘങ്ങൾ വർഷിക്കും. രാജാവ് ബ്രാഹ്മണർക്ക് പ്രായച്ചിത്തമായി ധാരാളം ധനം നൽകി പ്രീതിപ്പെടുത്തി അവരുടെ അനുഗ്രഹം വാങ്ങി. ഋഷ്യശൃംഗനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനെപ്പറ്റി അദ്ദേഹം ആലോചിച്ചു. ഏതാനും വേശ്യ സ്ത്രീകളെ വനത്തിലേക്ക് അയച്ചു ഋഷ്യശൃംഗനെ മോഹിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. എന്നാൽ മുനിശാപത്തെ ഭയന്ന് സ്ത്രീകൾ പോകാൻ മടിച്ചു. അതിൽ വൃദ്ധയായ ഒരു സ്ത്രീ മാത്രം വനത്തിൽ പോയി ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കാമെന്ന് രാജാവിനെ അറിയിച്ചു. രാജാവ് ആ സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അവരെ വനത്തിലേക്ക് അയച്ചു. വൃദ്ധശ്രീ അവരുടെ യൗവനയുക്തയായ മകളോടും മറ്റും ഏതാനും യുവതരുണികളോടും കൂടിയാണ് പോയത്. വഞ്ചികൾ കൂട്ടിച്ചേർത്ത് വിസ്തൃതമായ ഒരു ചങ്ങാടമുണ്ടാക്കി അതിന്മേൽ കൃത്രിമമായ ഒരു ആശ്രമം സൃഷ്ടിച്ച് നദിയിൽ കൂടി യാത്ര ചെയ്ത അവർ വനത്തിലെത്തി. കാശ്യപാശ്രമത്തിനു സമീപം ചങ്ങാടം കെട്ടി നിർത്തി. വിഭാണ്ഡകൻ ആശ്രമത്തിലില്ലാത്ത തക്കം നോക്കി. അതായത് വിഭാണ്ഡകൻ എന്ന് പറയുന്നത് ഋഷ്യശൃംഗൻ്റെ പിതാവാണ്. സുന്ദരിയായ യുവതിയെ കണ്ടപ്പോൾ ഋഷ്യശൃംഗൻ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ അഴകും ആടയാഭരണങ്ങളും വശ്യമായ പുഞ്ചിരിയും വാചാല വിലാസവും ഋഷ്യശൃംഗനെ അധികം ആകർഷിച്ചു. അവൾ കൊണ്ടുവന്നിരുന്ന സ്വാദിഷ്ടങ്ങളായ പലഹാരങ്ങൾ മുനികുമാരന് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അവൾ അവനെ മാറോട് ചേർത്ത് നിർത്തിയപ്പോൾ അലൗകികമായ ഒരു അനുഭൂതിയാണ് അവൻ ആസ്വദിച്ചത്. അവൻ്റെ അടുത്തുനിന്ന് അവൾ പന്ത് തട്ടിക്കളിച്ചു. താഴോട്ട് വീഴുന്ന പന്ത് ശക്തിയോടെ മേലോട്ടുയരുന്നത് കണ്ടപ്പോൾ അവന് ഏതോ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ തോന്നി. ചാഞ്ഞും ചരിഞ്ഞും ചാഞ്ചാടിയും മുനികുമാരൻ്റെ ശരീരത്തിൽ ഉരസി അവനെ വീണ്ടും വീണ്ടും പുണർന്ന് വിഭ്രമിപ്പിച്ചു. അവൾ താനൊരു ആശ്രമവാസിയാണെന്നും തനിക്ക് അഗ്നിഹോത്രത്തിനുള്ള സമയമാണെന്നും പറഞ്ഞ് തിരിഞ്ഞ് അവനെ കടാക്ഷിച്ചുകൊണ്ട് മന്ദം മന്ദം നടന്നുപോയി. അവൾ അവിടം വിട്ടുപോയപ്പോൾ ഋഷ്യശൃംഗന് അനൽപമായ കുണ്ഠിതമുണ്ടായി. മുനികുമാരന് അവളെപ്പറ്റ മാത്രമായി ചിന്ത. അവളോടൊപ്പം കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ അനർഘങ്ങളായി അവനെ തോന്നി. ആശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നു. ചിന്തയോടെ ചേതസറ്റവനായി ഇരുന്ന് നെടുവീർപ്പിട്ടു. വിഭാണ്ഡകൻ ആശ്രമത്തിൽ മടങ്ങിയെത്തി. ആശ്രമ അന്തരീക്ഷമാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. തൻ്റെ പുത്രൻ ഒന്നിലും താല്പര്യമില്ലാത്ത നിശ്ചേഷ്ടനായി വിദൂരതയിലേക്ക് കണ്ണും നട്ട് നഷ്ടപ്പെട്ട എന്തിനെയോ പറ്റി ചിന്തിച്ചുകൊണ്ട് ദീനമായി ഇരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പല സംശയങ്ങളുമുണ്ടായി. അദ്ദേഹം മകനോട് ചോദിച്ചു, ഉണ്ണി, നീ എന്താണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിരുത്സാഹനായിട്ടിരിക്കുന്നത്? ഇവിടെ ആരെങ്കിലും വന്നുപോ? സ്ത്രീകളെപ്പറ്റി ഒന്നും തന്നെ അറിവില്ലാത്ത വിഭാണ്ഡകപുത്രൻ പറഞ്ഞു, അച്ഛാ, ഇവിടെ ഒരു ബ്രഹ്മചാരി വന്നിരുന്നു. എന്തൊരു തേജസ്, എന്തൊരഴക്, നല്ല സുഗന്ധമുള്ള ജട. അത് രണ്ടായി പകുത്ത് പൊന്നൂൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. കഴുത്തിൽ മിന്നിത്തിളങ്ങുന്ന ആഭരണത്തിൻ്റെ ശോഭ കാണേണ്ടത് തന്നെയാണ്. കഴുത്തിന് കീഴെ മനോഹരങ്ങളായ 2 മുഴകൾ, ഇടുങ്ങിയ അരക്കെട്ട്, എത്രത്തോളം മൃദുവായിരിക്കുന്നു. എൻ്റെ അരയിലെപ്പോലെ തന്നെ അവൻ്റെ അരയിലും ഒരു ചരടുണ്ട്. പക്ഷേ അത് സ്വർണം കൊണ്ടുള്ളതാണ്. കാലിൽ 2ലും കിലുങ്ങുന്ന ചിലമ്പുകൾ, കൈകൾ 2ലും കിലുങ്ങുന്ന വളകൾ. വസ്ത്രത്തിന് എന്തൊരു ഭംഗി, അവൻ്റെ മുഖത്തിന് എന്തൊരു കാന്തി. മനസ്സിന് ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്ന സംഭാഷണം, കുയിൽനാദം പോലെ മാധുര്യമുള്ള ശബ്ദം. ഇടയ്ക്ക് അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മുഖം കുനിച്ച് അവൻ്റെ മുഖത്തോട് ചേർത്ത് അവൻ്റെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളിൽ അമർത്തിയപ്പോൾ എന്തൊരു രസം. അവൻ്റെ മുഖത്തിന് എന്തൊരു മാർദ്ദവം. അവൻ പലതരത്തിലുള്ള പഴങ്ങൾ എനിക്ക് തന്നു. അതിലൊന്നിനും വലിയ കുരുവോ ഉണ്ടായിരുന്നില്ല. അവയ്ക്കൊക്കെ എന്തൊരു സ്വാദായിരുന്നു. ഈ വിധത്തിലുള്ള പഴങ്ങൾ ഞാൻ ഇതുവരെ ഭക്ഷിച്ചിട്ടേയില്ല. അവൻ കുടിക്കാൻ തന്ന പാനീയങ്ങളും വിശിഷ്ടമായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി ചുറ്റി സഞ്ചരിക്കുന്ന പോലെയുള്ള സുഖം. അവൻ പോയപ്പോൾ മുതൽ ഞാൻ ചേതസറ്റവനായിരിക്കുന്നു. എനിക്ക് അവനെ കാണാൻ അതിയായ മോഹം. അവനുമായി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുവാൻ അത്യധികമായ ആഗ്രഹം. അച്ഛാ,
എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം. അവൻ അനുഷ്ഠിക്കുന്ന വൃതാചാരമൊക്കെ ഞാനും അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പുത്രൻ ഒരു സ്ത്രീയെ കണ്ടിരിക്കുന്നു എന്ന് വിഭാണ്ഡകന് മനസ്സിലായി. അദ്ദേഹം മകനോട് പറഞ്ഞു, പ്രിയപുത്ര, രാക്ഷസന്മാർ പല രൂപങ്ങൾ ധരിച്ച് മുനിമാരുടെ തപോവിഘ്നം വരുത്തുവാൻ സഞ്ചരിക്കാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഏതോ രാക്ഷസിയാണ് നീ കണ്ടത്. അവരുമായിട്ടുള്ള സംസർഗം നിനക്ക് നല്ലതല്ല. അതുകൊണ്ട് ആ കാര്യം വിസ്മരിച്ചേക്കുക. വിഭാണ്ഡകൻ സ്ത്രീയെ കാട്ടിലെല്ലാം തിരക്കി നടന്നു. എങ്ങും കണ്ടെത്തിയില്ല. അടുത്ത ദിവസം വിഭാണ്ഡകൻ ഫലമൂലകങ്ങൾ തേടിപ്പോയി. ആ തക്കം നോക്കി വൈശാഖന വീണ്ടും ആശ്രമത്തിലെത്തി. അവളെ കണ്ടപ്പോൾ ഗൃഹശൃംഗൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ആശ്രമത്തിലേക്ക് വരാൻ അതിയായ മോഹമുണ്ട്. അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. അവർ ഇരുവരും ചങ്ങാടത്തിലെത്തി. കൃത്രിമമായ ആശ്രമം മുനികുമാരന് നന്ദി ബോധിച്ചു. വൈശാഖനെപ്പോലെ സുന്ദരിയായ മറ്റു തരുണികളെല്ലാം അവിടെ കണ്ടപ്പോൾ താൻ സുരലോകത്തെത്തിയിരിക്കുന്ന അനുഭൂതിയാണ് ഗൃഹശൃംഗൻ ഉണ്ടായത്. ഗൃഹശൃംഗൻ ചങ്ങാടത്തിൽ കയറിയ ഉടൻ തന്നെ ചങ്ങാടം അഴിച്ചുവിട്ടു. അത് അംഗരാജ്യത്തേക്ക് തുഴഞ്ഞു നീങ്ങി. സ്ത്രീകൾ പല സൂത്രങ്ങളും പറഞ്ഞ് മുനികുമാരനെ സന്തോഷിപ്പിച്ചു. അവർ അംഗരാജ്യത്തെത്തി. ഗൃഹശൃംഗൻ ചങ്ങാടത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ മഴ പെയ്തു. രാജാവിന് വളരെ സന്തോഷമായി. പ്രജകൾക്കു വരൾച്ചയിൽ നിന്നും ആശ്വാസം ലഭിച്ചു. ഗൃഹശൃംഗന് രാജാവിൻ്റെ മകൾ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഗൃഹശൃംഗനെ തേടി വിഭാണ്ഡകൻ വരാൻ ഇടയുണ്ടെന്ന് രാജാവിന് അറിയാമായിരുന്നു. ആ മഹർഷി കോപിഷ്ഠൻ ആകെ ഭയന്ന് വിറച്ച രാജാവ് വല്ലാതെ വിഷമിക്കുകയായിരുന്നു. മഹർഷി വരുമ്പോൾ പ്രജകളെല്ലാം അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിക്കണമെന്നും രാജ്യവും രാജ്യത്തുള്ള എല്ലാ വകകളും ഗൃഹശൃംഗനാണെന്ന് മഹർഷി അറിയിക്കണമെന്നും രാജാവ് വിളംബരം ചെയ്ത് പ്രജകളെ അറിയിച്ചു. വിഭാണ്ഡകൻ ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോൾ ഗൃഹശൃംഗനെ കണ്ടില്ല. ആശ്രമം ശൂന്യമായിരിക്കുന്നു. മഹർഷി ക്രുദ്ധനായി. അവനെ കൊണ്ടുപോയത് ആരായാലും അവരുടെ വംശവിച്ഛേദം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗൃഹശൃംഗനെ തേടി പുറപ്പെട്ടു. മഹർഷി പലയിടത്തിലും ചുറ്റി സഞ്ചരിച്ച് അവസാനം അംഗരാജ്യത്തിലെത്തി. ക്ഷീണിതനായ അദ്ദേഹം ഒരു യോഗശാലയിലേക്ക് കയറിച്ചെന്നു. ഗോപന്മാർ മഹർഷിയെ മനസ്സിലാക്കി. അവർ അദ്ദേഹത്തെ രാജോചിതമായ വിധത്തിൽ ആദരിച്ചു സൽക്കരിച്ചു. അന്ന് രാത്രി അദ്ദേഹം അവിടെ തങ്ങി. അടുത്ത ദിവസം കാലത്ത് യാത്ര പുറപ്പെടാൻ നേരം മഹർഷി തൻ്റെ ആതിഥേയരോട് ചോദിച്ചു, അവർ ആരുടെ ഗോപാലന്മാരാണെന്നും തങ്ങൾ ഗൃഹശൃംഗൻ്റെ ഗോപാലന്മാരാണെന്നും അവിടെ കാണുന്നതെല്ലാം ആ മുനികുമാരൻ്റെ വകയാണെന്നും അവർ അദ്ദേഹത്തെ അറിയിച്ചു. വിഭാണ്ഡകൻ അവിടെ നിന്ന് പോയി. അദ്ദേഹം സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാം എല്ലാവരും ഇദ്ദേഹത്തെ പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എല്ലാവരും ഗൃഹശൃംഗനെ വാഴ്ത്തി സ്തുതിക്കുന്നതും എല്ലാം അദ്ദേഹത്തിൻ്റെ വകയാണെന്ന് പറയുന്നതും അദ്ദേഹം കേട്ടു. തൻ്റെ പുത്രൻ രാജകുമാരിയെ പാണിഗ്രഹണം ചെയ്ത് സർവാരാധ്യനായി ഇന്ദ്രസമാനായിട്ടാണ് അംഗരാജ്യത്തിൽ വാഴുന്നതെന്നറിഞ്ഞപ്പോൾ വിഭാണ്ഡകൻ്റെ കോപം അങ്ങ് ശമിച്ചുപോയി. അദ്ദേഹം കൊട്ടാരത്തിലെത്തി. ഗൃഹശൃംഗൻ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. മഹർഷി സന്തുഷ്ടനായി മകനോട് പറഞ്ഞു, വത്സ, നീ ഒരു പുത്രനുണ്ടാകുന്നതുവരെ ഇവിടെ പാർത്ത് രാജാവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക. അതിനുശേഷം ആശ്രമത്തിലേക്ക് മടങ്ങി വന്ന് തപസ്സനുഷ്ഠിക്കണം. ഗൃഹശൃംഗനെ അനുഗ്രഹിച്ചു വിഭാണ്ഡകൻ കാശ്യപാശ്രമത്തിലേക്ക് പോയി. ഇപ്രകാരം ഗൃഹശൃംഗൻ്റെ കഥ വിവരിച്ച് ലോമശ മഹർഷി പറഞ്ഞു, ഗൃഹശൃംഗ മഹർഷിയുടെ പുണ്യാശ്രമമാണ് ഈ കാണുന്നത്. ഈ വലിയ തടാകം ശ്രേഷ്ഠമായ പുണ്യതീർത്ഥമാണ്. ഇതിൽ സ്നാനം ചെയ്ത് വിശുദ്ധനും കൃതാർത്ഥനുമായി മറ്റു തീർത്ഥങ്ങളിലേക്ക് പോകുക. അടുത്ത ദിവസം യുധിഷ്ഠിരനും സംഘവും ഗൃഹാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു. അവർ വീണ്ടും പല തീർത്ഥങ്ങളും സന്ദർശിച്ച് മഹേന്ദ്ര പർവ്വതത്തിലെത്തി. അവിടെയാണ് ഭൃഗുരാശ്രമം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ അവിടെ തപസ് ചെയ്യുന്നു. ഭൃഗുക്കൾ, അംഗീരസന്മാർ, വസിഷ്ഠന്മാർ, കശ്യപന്മാർ തുടങ്ങി അനേകം താപസന്മാർ അവിടെ ഉണ്ടായിരുന്നു. ലോമശ മഹർഷി അവരെയൊക്കെ യുധിഷ്ഠിരന് പരിചയപ്പെടുത്തി കൊടുത്തു. ആ കൂട്ടത്തിൽ ആകൃതവർണ്ണൻ എന്ന താപസനുണ്ടായിരുന്നു. പരശുരാമൻ്റെ അനുചരനായിരുന്ന ഇദ്ദേഹം ഭൃഗുരാമൻ്റെ വീരകൃത്യങ്ങളൊക്കെ നേരിൽ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്നും അതൊക്കെ കേൾക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച യുധിഷ്ഠിരന് പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയുടെ രക്തം ചീന്തിയതും കർത്തവ്യ വീരാർജുനനെ കൊന്നതും മറ്റുമായ കഥകൾ വിവരിച്ചു കൊടുക്കുകയാണ്. ആകൃതവർണ്ണൻ പറഞ്ഞു, 1000 കൈയുള്ളവനായിരുന്നു കർത്തവ്യവീരാർജുനൻ. അവന് സ്വർണ്ണവിമാനവും ലോകാധിപത്യവും സിദ്ധിച്ചു. അവൻ്റെ വിമാനത്തെ ആർക്കും തടുക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇതെല്ലാം അവൻ നേടിയത് ദത്താത്രേയൻ അവന് നൽകിയ വരാബലം കൊണ്ടാണ്. കർത്തവ്യവീരാർജുനൻ വരം സിദ്ധിച്ചപ്പോൾ അഹങ്കാരിയായി തീർന്നു. അവൻ സ്വർണ്ണ വിമാനത്തിൽ കയറി സകല ദിക്കിലും ചെന്ന് ദേവന്മാരെയും യക്ഷന്മാരെയും ഋഷികളെയും മർദ്ദിച്ചു.
എല്ലാ ജീവികളെയും പീഡിപ്പിച്ചു. ഇന്ദ്രാണിയോടുകൂടി കളിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രനെ അപമാനിച്ചു. വിഷ്ണുവിനെപ്പോലും വെല്ലുവിളിച്ചു. കർത്തവ്യ വീരാർജുനന്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ എല്ലാവരും കൂടി വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഭാർഗവ വംശനായ ഗൃചികൻ എന്ന മുനിസത്തൻ്റെ പുത്രനാണ് ജമദഗ്ന മഹർഷി. അദ്ദേഹം മഹാതപസിയും വേദജ്ഞനുമായിരുന്നു. ജമദഗ്നി ഭാര്യയായ രേണുകയോടൊന്നിച്ച് നർമ്മദാ നദിക്കരയിൽ ആശ്രമം വെച്ച് പാർത്തിരിക്കുകയാണ്. അവർക്ക് ഗൃമണ്ണൻ, സുഹോത്രൻ, വസു, വിശ്വവസു എന്ന് 4 പുത്രന്മാരുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ അടുത്ത കർത്തവ്യ വീരാർജുനൻ്റെ കഥയാണ് അടുത്ത എപ്പിസോഡിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ കേൾക്കുക. നന്ദി, നമസ്കാരം.